നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കുമ്പളയിൽ മാരക മയക്കുമരുന്നുമായി മംഗളൂരു സ്വദേശി പിടിയിൽ. ഉള്ളാൾ പെർമന്നൂർ സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് അറസ്റ്റിലായത്. മത്സ്യവരവ് കുറഞ്ഞതോടെ വില കുത്തനെ കൂടി. കടലിൽ ചൂട് കൂടിയതാണ് മീൻ വരവ് കുറയാൻ കാരണം. കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിൽ KSRTC സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ വെട്ടിക്കുറയ്ക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. കാസർഗോഡ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെൽത്ത് എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി പ്രസിഡന്റ് K. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ല അഭിമാന ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തിട്ട് 4 വർഷമായിട്ടും നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇത്തവണയും ചക്കകൾ പറമ്പുകളിൽ പഴുത്തുവീണ് നശിച്ചു പോകുന്നതായി വീട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. ദേശദേവനായ മടിയൻ കുലോത്തപ്പന് മുന്നിൽ ചെണ്ടയിൽ കൊട്ടിക്കയറി ദേവികാരാജ്. നിരവധി ഭക്തജനങ്ങളാണ് ബ്രഹ്മകലശോത്സവത്തിന്റെ ഓരോ ദിനത്തിലും മടിയൻകുലം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പാറപ്പള്ളി മഖാമുറൂസിന് സമാപന ദിവസം ആയിരങ്ങൾക്ക് അന്നദാനം നൽകി. വാർത്തകൾ വിശദമായി. കുമ്പളയിൽ മാരക മയക്കുമരുന്നുമായി മംഗളൂരു സ്വദേശി പിടിയിൽ. ഉള്ളാൾ പെർമന്നൂർ സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് അറസ്റ്റിലായത്. കാസർഗോഡ് ജില്ലയിലെ കുമ്പളയിൽ പോലീസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ മാരക മയക്കുമരുന്നായ MDMAയുമായി യുവാവ് പിടിയിൽ. മംഗളൂരു ഉള്ളാൾ പെർമന്നൂർ സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് അറസ്റ്റിലായത്. ഷിറിയ മുട്ടത്തൻ നാഷണൽ ഹൈവേ 66-ന് സമീപം വെച്ചാണ് ഇയാൾ പോലീസ് പിടിയിലായത്. കുമ്പള സബ് ഇൻസ്പെക്ടർ സനീത് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മറ്റൊരു കേസിലെ പ്രതികളെ തിരയുന്നതിനിടയിലാണ് മുട്ടം സർവീസ് റോഡരികിൽ സംശയാസ്പദമായ സാഹചര്യത്തിൽ സ്കൂട്ടറിലിരിക്കുകയായിരുന്ന അഫ്രീദിയെ കണ്ടത്. പോലീസ് വാഹനത്തിന്റെ വെളിച്ചം കണ്ടതും സ്കൂട്ടറിൽ നിന്നും ഇറങ്ങി ഓടാൻ ശ്രമിച്ച ഇയാളെ പോലീസ് സംഘം തടഞ്ഞു വെക്കുകയായിരുന്നു. തുടർന്ന് നടത്തിയ ദേഹപരിശോധനയിലാണ് ഇയാളുടെ പാന്റിന്റെ പോക്കറ്റിൽ സൂക്ഷിച്ചിരുന്ന ലെതർ പൗച്ചിനുള്ളിൽ നിന്ന് 19.340 ഗ്രാം MDMA കണ്ടെടുത്തത്. വിൽപ്പനയ്ക്കായി എത്തിച്ചതാണ് മയക്കുമരുന്നെന്ന് പ്രതി പോലീസിനോട് സമ്മതിച്ചു. പരിശോധനയിൽ പ്രതിയിൽ നിന്ന് 19.340 ഗ്രാം MDMAയും കടത്താൻ ഉപയോഗിച്ച സ്കൂട്ടിയും പിടിച്ചെടുത്തു. ഇതിനു പുറമെ പ്രതിയുടെ പക്കൽ നിന്നും ഒരു ഐഫോൺ, ഒരു റെഡ്മി ഫോൺ എന്നിവയുൾപ്പെടെ 2 മൊബൈൽ ഫോണുകളും 400 രൂപയും പോലീസ് കണ്ടുകെട്ടി. കുമ്പള പോലീസ് സ്റ്റേഷൻ ASI അതുൽ രാം, CPOമാരായ സജീഷ്, മഹേഷ് എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മത്സ്യവരവ് കുറഞ്ഞതോടെ വില കുത്തനെ കൂടി. കടലിൽ ചൂട് കൂടിയതാണ് മീൻ വരവ് കുറയാൻ കാരണം. മീൻ വരവ് നന്നേ കുറഞ്ഞു. മീൻചന്തകളിൽ തൊട്ടാൽ പൊള്ളുന്ന വില. സാധാരണക്കാർക്ക് മത്തിയും പൊടിപ്പരലുപോലും വാങ്ങിക്കാൻ കഴിയാത്ത സാഹചര്യം. കാലാവസ്ഥാ വ്യതിയാനത്തെ തുടർന്ന് കടലിൽ ചൂട് കൂടിയതാണ് മീൻവരവ് കുറയാനിടയാക്കിയത്. ജില്ലയിലെ മീൻപിടുത്ത തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് കടലിൽ പോകുന്ന മിക്ക ബോട്ടുകളും വള്ളങ്ങളും വെറും കൈയോടെയാണ് മടക്കം. അപൂർവം ചില ബോട്ടുകൾക്ക് മാത്രമാണ് അല്ലെങ്കിലും മീൻ കിട്ടുന്നത്. കരയ്ക്കെത്തുമ്പോഴേക്കും പിടിവലിയാണ്. വലിയ തുകയ്ക്ക് ലേലം വിളിച്ചെടുത്ത് മീൻചന്തയിലെത്തിയാൽ പൊന്നും വില കൊടുക്കേണ്ടി വരും. ചൂട് കൂടിയതോടെ കരയോടടുത്തും മുകൾ പരപ്പിലും മീനില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. ഇന്ധനം നിറയ്ക്കുന്ന കാശ് പോലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തിരിച്ചു കിട്ടാറില്ലെന്ന് ബോട്ടുടമകൾ പറയുന്നു. കാലാവസ്ഥയിൽ മാറ്റം വരുന്നതുവരെ കടലിൽ പോയിട്ട് കാര്യമില്ലെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. മംഗളൂരുവിൽ നിന്നും മറ്റുമാണ് പ്രധാനമായും ചന്തകളിൽ മീനെത്തുന്നത്. 2 ആഴ്ച മുൻപ് 700 രൂപയുണ്ടായിരുന്ന ഐക്കുറയുടെ വില തിങ്കളാഴ്ച 1200 രൂപ കൊടുത്താലും മാർക്കറ്റിൽ കിട്ടാനുണ്ടായിരുന്നില്ല. 50 രൂപയ്ക്ക് ആവശ്യത്തിന് വാരിക്കൊടുത്ത കുഞ്ഞുമത്തിക്ക് ഇന്ന് 200 രൂപയാണ്. അയല 400 രൂപ, മാന്ത 300 രൂപ, വലിയ മത്തി 300 രൂപ, ചെറിയ മത്തി 200 രൂപ, കുഞ്ഞ് ആവോലി 400 രൂപ ക്രമത്തിലാണ് തിങ്കളാഴ്ച മീൻചന്തകളിൽ വില ഈടാക്കിയത്. മഴ ശക്തമായാൽ മാത്രമേ ഇനി കടലിൽ മാറ്റം വരൂ. പോക്കറ്റ് കാലിയാകും. ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിക്കുന്നവർ പോക്കറ്റിലെ കനം നോക്കാതെ മീൻ സ്പെഷ്യൽ വാങ്ങിയാൽ പെട്ടുപോകും. ഊണിന്റെ 3-4 ഇരട്ടിയാണ് ചില ഹോട്ടലുകളിൽ മീൻ പൊരിച്ചതുൾപ്പെടെയുള്ള സ്പെഷ്യൽ കറികൾക്ക് ഈടാക്കുന്നത്. മംഗളൂരു തുടങ്ങിയ പ്രദേശങ്ങളിൽ നിന്നും ശീതീകരിച്ച സംവിധാനങ്ങളിൽ സൂക്ഷിച്ച വലിയ മീനുകളാണിപ്പോൾ ഹോട്ടലുകളിൽ എത്തിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.
കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിൽ KSRTC സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ വെട്ടിക്കുറയ്ക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഓരോ 3 മിനിറ്റിലും ബസ് സർവീസ് ഉണ്ടാകേണ്ട പാതയിൽ 20 മുതൽ 25 മിനിറ്റ് വരെ കാത്തുനിന്നാലും ബസ് കിട്ടാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. ഡിപ്പോയിലെ ജീവനക്കാരുടെ കുറവ്, അനധികൃത അവധികൾ, ബസ്സുകളുടെ ദൗർലഭ്യം എന്നിവയാണ് ഈ പ്രതിസന്ധിക്ക് പിന്നിലെന്നാണ് സൂചനയെങ്കിലും അധികൃതർ ഇതുവരെ ഇതിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. രാത്രി 7 മണിക്ക് ശേഷം മംഗളൂരു ഭാഗത്തേക്ക് ബസ്സുകൾ കുറവായത് കാരണം സ്റ്റാൻഡുകളിൽ അമിത തിരക്കാണ് അനുഭവപ്പെടുന്നത്. തിരക്ക് നിയന്ത്രണാതീതമാകുന്നതോടെ യാത്രക്കാർക്കിടയിൽ വാക്കേറ്റവും സംഘർഷവും പതിവായിട്ടുണ്ട്. ദീർഘനേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒന്നിലധികം ബസ്സുകൾ ഒരുമിച്ച് വരുന്നതും അവ മത്സരിച്ചോടുന്നതും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. യാത്രക്കാരുടെ ഈ ദുരിതം ആഴ്ചകളായി തുടരുമ്പോഴും രാഷ്ട്രീയ പാർട്ടികളോ സംഘടനകളോ വിഷയത്തിൽ ഇടപെടാത്തത് പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. സാധാരണക്കാരായ യാത്രക്കാരുടെ ഈ ബുദ്ധിമുട്ട് കണ്ടില്ലെന്ന് നടിക്കുന്നത് കഷ്ടമാണെന്നും ഉടൻ തന്നെ കൂടുതൽ ബസ്സുകൾ അനുവദിക്കാനും യാത്രക്കാരുടെ ദുരിതം പരിഹരിക്കാനും അധികൃതർ തയ്യാറാകണമെന്നും തുമിനാട് സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ രവീന്ദ്ര ഷെട്ടി ആവശ്യപ്പെട്ടു. പൊതുജനങ്ങളുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യം ശക്തമാണ്. കാസർഗോഡ് മാംഗ്ലൂർ പോകുന്ന KSRTC ബസ് ഇന്ന് കുറേ കുറവായിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് കാസർഗോഡ് വന്ന് ഒരു 3 മിനിറ്റ് ഒരിക്കൽ പോകുന്ന ബസ് ഇന്ന് 20 മിനിറ്റ് 25 മിനിറ്റ് ഒരിക്കൽ ഒന്ന് ബസ് വന്നോണ്ടുണ്ട്. അത് എന്ത് വിഷയമെന്ന് നമുക്ക് വരില്ല. പക്ഷേ അവിടുത്തെ ഡ്രൈവറിൻ്റെ കുറവോ അല്ല ബസ്സിൻ്റെ കുറവൊന്നും മനസ്സിലാകുന്നില്ല. പക്ഷേ ഈ ഇവിടെ കുറേ ആൾക്കാർ ഈ കാത്തിട്ട് കുറേ ചില ടൈമിൽ കലട്ടാണ്. പക്ഷേ ഈ റൂട്ടിൽ പോകുന്ന ബസ്ക്ക് ശരിയായിട്ട് ലോക്കൽ ബസ്സില്ല. പക്ഷേ ഈ കാത്തിരിക്കുന്ന കുറേ ആളുണ്ട്. അതിന് വേണ്ടിയിട്ട് KSRTC ബസ് 25 മിനിറ്റിന് ഒരിക്കൽ പോകുന്ന ബസ്സിന് 3 മിനിറ്റ് പോകുന്ന നിയമം ഉണ്ടായാലും 25 മിനിറ്റ് ഒരു ബസ് വന്നാലും അതിൻ്റെ അപ്പുറം 3 ബസ് വന്നുകൊണ്ടുണ്ട്. അതിന് 3 മിനിറ്റ് ഒരിക്കൽ വരുന്ന പോലെ ആക്കിയിട്ട് പിന്നെ ഇവിടെ പറയുന്ന ബസ്സില്ലാന്ന് പറയുന്ന ഒരു ഇത് ന്യൂസുണ്ട്. ആൾക്ക് അതിന് ഡ്രൈവർ ഇല്ലാന്ന്. പക്ഷേ ഇതിനെ എത്ര പേ ഇതിനെ സുധാരിക്കണം. അല്ലാതെ ഇത് വിഷു വേറെ ഇങ്ങനത്തെ ഫംഗ്ഷന് വരുമ്പോൾ ഒരേ ആൾക്കാർ ഭയങ്കര വിഷമം ഉണ്ടാകുന്നു. ചില ടൈമിൽ ഇവിടെ അടിയും ഉണ്ടാവുന്നു ഈ ബസ്സിൻ്റെ ഇതിന് വേണ്ടി. അതിന് വേറെ ലോക്കൽ ബസ്സില്ല. ഇതിനെ കാത്തിരുന്ന ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ മാംഗ്ലൂർ ബസ് KSRTC കരിയായിട്ട് പായുന്നുണ്ട്. പക്ഷേ നമ്മളെ കേരള KSRTC ഈ റൂട്ടിൽ കറക്റ്റായിട്ട് പായുന്നില്ല. അത് എന്താണ്? അതിന് വേണ്ടിയിട്ട് ഈ 3 മിനിറ്റ് ഒരിക്കൽ പായുന്ന ബസ് എത്ര 3 മിനിറ്റ് ഒരിക്കൽ ഒരു ബസ് പായുന്ന പോലെ ഈ KSRTC പായിക്കണമെന്ന് പറയാനായിട്ട് ഞാൻ എല്ലാവരുടെ പരമായിട്ട് ഞാൻ പറയുന്നുണ്ട്. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. കാസർഗോഡ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെൽത്ത് എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി പ്രസിഡന്റ് K. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെൽത്ത് എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി പ്രസിഡന്റ് K. അമ്പാടി ഉദ്ഘാടനം ചെയ്തു. KV ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോളി ജോസഫ് സംഘടനാ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. ട്രഷറർ C. കുഞ്ഞിക്കണ്ണൻ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. രാജൻ കാനത്തൂർ, പത്മിനി കളത്തേര എന്നിവർ സംസാരിച്ചു. P. ഗിരീഷ് കുമാർ സ്വാഗതവും P. അശോകൻ നന്ദിയും പറഞ്ഞു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി K. അമ്പാടിയും വൈസ് പ്രസിഡന്റുമാരായി K. പവിത്രൻ, PV ജമുന, P. അശോകൻ, സെക്രട്ടറിയായി P. ഗിരീഷ് കുമാർ, ജോയിന്റ് സെക്രട്ടറിമാരായി ജോളി ജോസഫ്, V. രാജൻ, K. രേണുക, ട്രഷററായി KV ഗംഗാധരൻ എന്നിവരെ തെരഞ്ഞെടുത്തു. തുടർന്ന് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ല അഭിമാന ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തിട്ട് 4 വർഷമായിട്ടും നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇത്തവണയും ചക്കകൾ പറമ്പുകളിൽ പഴുത്തു വീണ് നശിച്ചു പോകുന്നതായി വീട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ചക്കയിൽ നിന്നുണ്ടാക്കിയെങ്കിലും അത് വിൽക്കാൻ ഇടമില്ലാതെ പോയതാണ് കഴിഞ്ഞ വർഷം പലർക്കും തിരിച്ചടിയായതെന്നാണ് പറയുന്നത്. തെക്കൻ കേരളത്തിൽ നിന്ന് പോലും സീസൺ ചക്ക വാങ്ങാനായി കാസർഗോഡ് ജില്ലയിലേക്ക് ആൾക്കാർ വരുമായിരുന്നു.
എന്നാൽ കഴിഞ്ഞ വർഷം അത് ഉണ്ടായില്ല. വീട്ടുകാർ പറിച്ചെടുത്ത് തെരുവോരങ്ങളിൽ വിൽക്കാൻ എത്തിച്ചുവെങ്കിലും അത് ഫലവത്തായില്ല. തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കീഴിൽ ചക്ക വിഭവങ്ങൾ ഒരുക്കി വിവിധ ഇടങ്ങളിൽ മഹോത്സവങ്ങൾ നടത്തിയല്ലാതെ ചക്കയുടെ സംരക്ഷണത്തിനും സംഭരിക്കലിനും കാസർഗോഡ് ജില്ലാ വ്യവസായ കേന്ദ്രം നടപടി എടുത്തില്ലെന്നും ആക്ഷേപമുണ്ട്. പച്ച ചക്കയിൽ നിന്ന് തന്നെ ചക്ക പൗഡർ, ചക്ക ചിപ്സ്, ചക്ക ഐസ്ക്രീം, ചക്ക ജാം തുടങ്ങിയ ഒട്ടേറെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്. ഇത് സംരക്ഷിച്ച് വിപണിയിൽ എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ജില്ലയിലെ വ്യവസായ വളർച്ചയ്ക്കും സഹായമാകുമായിരുന്നുവെന്ന് ചൂണ്ടിക്കാട്ടപ്പെടുന്നു. നാട്ടിലും വിദേശ രാജ്യങ്ങളിലും നല്ല ഡിമാൻഡുള്ള ചക്കയും മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും വ്യവസായ അടിസ്ഥാനത്തിലും അല്ലാതെയും വിപണിയിൽ എത്തിക്കാൻ സർക്കാർ ഏജൻസികൾ മുൻകൈ എടുത്തില്ലെങ്കിൽ ഈ ചക്ക സീസണും ഫലം കാണാതെ വീണടിഞ്ഞ് നശിക്കുമെന്ന് ഉറപ്പ്. ഉർമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ദേശദേവനായ മടിയൻ കൂലോത്തപ്പന് മുന്നിൽ ചെണ്ടയിൽ കൊട്ടിക്കയറി ദേവിക രാജ്. നിരവധി ഭക്തജനങ്ങളാണ് ബ്രഹ്മകലശോത്സവത്തിന്റെ ഓരോ ദിനത്തിലും മടിയൻകൂലോം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ദേശദേവനായ മടിയൻകൂലോത്തപ്പന് മുന്നിൽ ദേവിക രാജ് കൊട്ടിക്കയറി. പതികാലത്തിൽ തുടങ്ങി ചെമ്പടവട്ടത്തിലും ചെമ്പക്കൂറിലും ഒടുവിൽ എടവട്ടത്തിലേക്കും എത്തിയ തായമ്പക ഇതാദ്യമായാണ് മടിയൻകൂലോത്ത് ഒരു പെൺകുട്ടിയുടെ തായമ്പക അരങ്ങേറിയത്. മടിക്കൈ കക്കാട്ട് സ്വദേശിനിയാണ് +2 വിദ്യാർത്ഥിനിയായ ദേവിക രാജ്. 6 വർഷമായി ചെണ്ടമേളം പഠിക്കുകയും പരിശീലിക്കുകയും ചെയ്യുന്നു. 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മട്ടന്നൂർ ശങ്കരൻകുട്ടിയുടെ സാന്നിധ്യത്തിലായിരുന്നു അരങ്ങേറ്റം. അട്ടേങ്ങാനം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ KV രാജേഷിന്റെയും റീജ രാജേഷിന്റെയും മകളാണ്. കോവിഡ് കാലത്ത് മുഖ്യമന്ത്രിയുടെ അഭിനന്ദനത്തിന് പാത്രമായ യൂട്യൂബ് താരം മൊട്ടൂസ് എന്ന ദേവരാജ് ദേവികയുടെ സഹോദരനാണ്. മടിയൻകൂലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിൽ പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവം നടക്കുകയാണ്. ഇതോടനുബന്ധിച്ചാണ് തായമ്പക അവതരണം നടന്നത്. പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശോത്സവത്തിന്റെ 4ാം ദിവസമായ തിങ്കളാഴ്ച വിവിധ താന്ത്രിക കർമ്മങ്ങൾ നടന്നു. രാത്രി വിവിധ സംഘങ്ങളുടെ തിരുവാതിരക്കളിയും തുടർന്ന് കോൽക്കളിയും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പാറപ്പള്ളി മഖാമുറൂസിന് സമാപനമായി. സമാപന ദിവസം ആയിരങ്ങൾക്ക് അന്നദാനം നൽകി. ചരിത്ര പ്രസിദ്ധമായ പാറപ്പള്ളി മഖാമുറൂസിന് സമാപനമായി. 6 ദിവസങ്ങളിലായി വിവിധ പരിപാടികളോടെയാണ് പാറപ്പള്ളി മഖാമുറൂസ് നടന്നത്. സമാപന സമ്മേളനം അസൈദ് സുഹൈൽ സഖാഫി മടക്കര ഉദ്ഘാടനം ചെയ്തു. മഹാരഥന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സ്വഹാബത്ത് ആരെല്ലാം ഈ ഹദറത്തിലുണ്ടോ അവരെല്ലാം മനസ്സിൽ കരുതി ഖാസായി ഒരു ഫാത്തിഹ അവർക്ക് ഓതി ദുആ ചെയ്യുന്നു. ഈ സദസ്സിൽ വന്നവർക്കും പങ്കെടുത്തവർക്കും നേർച്ച നൽകിയവർ, സംഭാവന നൽകിയവർ, ഭക്ഷണം നൽകിയവർ എല്ലാവർക്കും മഹാന്മാരുടെ മദദ് അല്ലാഹു നൽകുമാറാവട്ടെ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. بسم الله الرحمن الرحيم. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه جميلا جزيلا دائما بدوام ملك الله حمدا يوافي نعمه ويكافي مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك انت كما اثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. സമാപന ദിവസം വൈകുന്നേരം 4:30 അന്നദാനം നൽകലോടുകൂടിയാണ്
ഉറൂസിന് സമാപനമായത്. 6 ദിവസങ്ങളിലും നിരവധി ആളുകളാണ് പാറപ്പള്ളി മഖാം ഉറൂസിനായി എത്തിയത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ തറവാടായ വെള്ളിക്കോത്ത് ശ്രീ പനയന്തട്ട തറവാട് വക ഉദയാസ്തമന പൂജ നടന്നു. വെള്ളിക്കോത്ത് ശ്രീ പടിക്കാൽ ക്ഷേത്രത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകളിൽ നിരവധി തറവാട്ടംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും സംബന്ധിച്ചു. മഹാകവി പി കുഞ്ഞിരാമൻ നായരുടെ തറവാടായ വെള്ളിക്കോത്ത് ശ്രീ പനയന്തട്ട തറവാട് വക ഉദയാസ്തമന പൂജ നടന്നു. വെള്ളിക്കോത്ത് ശ്രീ പടിക്കാൽ ക്ഷേത്രത്തിൽ വിവിധ താന്ത്രിക ചടങ്ങുകളിൽ നിരവധി തറവാട്ടംഗങ്ങളും കുടുംബാംഗങ്ങളും നാട്ടുകാരും സാക്ഷ്യം വഹിച്ചു. വൈകുന്നേരം ഭജന, തായമ്പക എന്നിവ ഉണ്ടായിരുന്നു. പനയന്തട്ട കലാസമിതിയുടെ നേതൃത്വത്തിൽ തറവാട്ടംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാപരിപാടികളും അരങ്ങേറി. കലാപരിപാടി ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം താര രഞ്ജിത്ത് തായന്നൂർ ഉദ്ഘാടനം ചെയ്തു. തറവാട് ട്രസ്റ്റ് ചെയർമാൻ പി ഉണ്ണികൃഷ്ണൻ നായർ, പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ പി കുഞ്ഞികൃഷ്ണൻ നായർ, ജനറൽ സെക്രട്ടറി CP ഉണ്ണികൃഷ്ണൻ, ട്രഷറർ പി രാധാകൃഷ്ണൻ നായർ, മാതൃസമിതി പ്രസിഡന്റ് രാധിക PP, സെക്രട്ടറി ശ്യാമള CP, പ്രോഗ്രാം ഇൻചാർജ് അർജുൻ KV എന്നിവർ നേതൃത്വം നൽകി. നിരവധി കലാപ്രതിഭകൾ വിവിധ ഇനങ്ങൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. 5 പതിറ്റാണ്ടിനിപ്പുറം പിലിക്കോട് മടിവയൽ നെല്ലിക്കാൽ കൊണ്ണുകുടിയൻ തറവാട് ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവവും ഭണ്ഡാര സമർപ്പണവും ഏപ്രിൽ 22 മുതൽ 26 വരെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 5 പതിറ്റാണ്ടിനിപ്പുറം പിലിക്കോട് മടിവയൽ നെല്ലിക്കാൽ കൊണ്ണുകുഴിയൻ തറവാട് ദേവസ്ഥാനത്ത് നവീകരണ പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവവും ഭണ്ഡാര സമർപ്പണവും ഏപ്രിൽ 22 മുതൽ 26 വരെ നടക്കും. ജനകീയ ആഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പുനഃപ്രതിഷ്ഠ കളിയാട്ട മഹോത്സവത്തിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഞങ്ങളിതിൻ്റെ നിർമ്മാണ പ്രവൃത്തിയും അതുപോലെ ഈ ആഘോഷ പരിപാടികളും നാളെ 22-ന് 4 മണിക്ക് പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ചേരമംഗലം മുൻ മേൽശാന്തി സുരേഷ് നമ്പൂതിരിപ്പാടിനെ ആചാര്യ വരവേൽപ്പ് നൽകും. തുടർന്ന് 23-ന് രാവിലെ 4 മണിക്ക് മറ്റന്നാൾ 4 മണിക്ക് മഹാഗണപതിയാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം തന്നെയാണ് മഹാഗണപതിയാണ്. അതിനുശേഷം തറവാട് കാരണവൻ K. ഭാസ്കരൻ്റെ മുഖ്യ കാരണ നേതൃത്വത്തിൽ പുനഃപ്രതിഷ്ഠ. അത് ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. കാരണം ഇവരുടെയൊക്കെ കുടുംബത്തിൻ്റെയും അതുപോലെ നാട്ടുകാരുടെയും സമീപ പ്രദേശവാസികളുടെയൊക്കെ ഐശ്വര്യത്തെയും ഒതുങ്ങുന്ന രീതിയിലുള്ള ഒരു പുനഃപ്രതിഷ്ഠാ കർമ്മമാണ് ശ്രീ കൊണ്ടുപിടിയൻ ഭാസ്കരൻ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടത്തുന്നത്. പുനഃപ്രതിഷ്ഠാ കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രം മുൻ മേൽശാന്തി സുരേഷ് നമ്പൂതിരിപ്പാടിന് ഏപ്രിൽ 22-ന് വൈകുന്നേരം 4 മണിക്ക് ആചാര്യ വരവേൽപ്പ് നൽകും. തുടർന്ന് പൂജാതി കർമ്മങ്ങൾ നടക്കും. 23-ന് പുലർച്ചെ 4 മണിക്ക് മഹാഗണപതി ഹോമത്തിന് ശേഷം രാവിലെ 6 മണിക്ക് കൊണ്ണുകുടിയൻ തറവാട് ദേവസ്ഥാനം കാരണവർ K. ഭാസ്കരന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ പുനഃപ്രതിഷ്ഠ നടക്കും. രാവിലെ 8 മണിക്ക് പിലിക്കോട് രേരമംഗലം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് ദീപവും തിരിയും കൊണ്ടുവരും. വൈകുന്നേരം 5 മണിക്ക് രേരമംഗലം ക്ഷേത്രം വടക്കേം വാതിലിൽ നിന്നും കലവറ ഘോഷയാത്ര നടക്കും. 25-ന് വൈകുന്നേരം ധർമ്മദൈവത്തിന്റെ പുറപ്പാടും വിഷ്ണുമൂർത്തിയുടെ കുളിച്ചുതോറ്റവും നടക്കും. ജീവകാരുണ്യ പ്രവർത്തന രംഗത്ത് 50 ആണ്ട് പിന്നിട്ട TKC അബ്ദുൾ ഖാദർ ഹാജി, ശരീര സൗന്ദര്യ മത്സരത്തിൽ ചാമ്പ്യനായ T. നിതീഷ്, ശില്പി K. വിജയകുമാർ, ക്ഷേത്ര നിർമ്മാണത്തിന് നേതൃത്വം നൽകിയവരെയും രാത്രി 7 മണിക്ക് നടക്കുന്ന ചടങ്ങിൽ ആദരിക്കും. സാംസ്കാരിക സദസ്സ് പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E. കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്യും. വാർത്താ സമ്മേളനത്തിൽ ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ സഞ്ജീവൻ മടിവയൽ, K. സുരേഷ് മടിവയൽ, K. വിജയകുമാർ, K. ഷൈജു എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. മേലാങ്കോട്ട് മാനാനിക്കുന്ന വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരാറുള്ള കളിയാട്ട ഉത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടന്ന കളിയാട്ടോത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മ, പ്രധാന ആരാധനാ മൂർത്തിയായ വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലി നാദത്തിന്റെയും ഭക്തി ആർപ്പുവിളിയുടെയും അകമ്പടിയിൽ ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് അനുഗ്രഹം ചൊരിഞ്ഞു. കാഞ്ഞങ്ങാട് മേലാങ്കോട്ട് AC കണ്ണൻ നായർ സ്മാരക ഗവൺമെന്റ് UP സ്കൂൾ അങ്കണത്തിൽ സ്ഥിതി ചെയ്യുന്ന മേലാങ്കോട്ട് മനാനിക്കുന്ന
വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിൽ വർഷം തോറും നടത്തിവരുന്ന കളിയാട്ട മഹോത്സവം ഭക്തിയുടെ നിറവിൽ നടന്നു. 2 ദിവസങ്ങളിലായി നടക്കുന്ന കളിയാട്ട ഉത്സവത്തിന്റെ ഭാഗമായി ചാമുണ്ടിയമ്മ, പ്രധാന ആരാധനാമൂർത്തിയായ വിഷ്ണുമൂർത്തി എന്നീ തെയ്യങ്ങൾ ചെണ്ടമേളത്തിന്റെയും ചിലമ്പൊലി നാദത്തിന്റെയും ആർപ്പുവിളികളുടെയും അകമ്പടിയിൽ ഉറഞ്ഞാടി ഉരിയാടി ഭക്തർക്ക് അനുഗ്രഹം നൽകി. തുടർന്ന് ആരുടെ സ്ഥാനമായ അതിയാമ്പൂർ പടിഞ്ഞാറ്റം വീട് തറവാട്ടിലേക്ക് എഴുന്നള്ളത്ത് നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെരോത്ത് ശ്രീ പെരട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സാംസ്കാരിക സമ്മേളനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കഴകങ്ങളിൽ നിന്നും ആളുകൾ പങ്കെടുത്തു. നെരോത്ത് ശ്രീ പെരട്ടൂർ ഭഗവതി ക്ഷേത്രത്തിൽ 2026 ഏപ്രിൽ 24 മുതൽ മെയ് 1 വരെ നടക്കുന്ന പുനഃപ്രതിഷ്ഠ ബ്രഹ്മകലശ മഹോത്സവത്തിന്റെ ഭാഗമായി ക്ഷേത്രാങ്കണത്തിൽ വെച്ച് സാംസ്കാരിക സമ്മേളനവും ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനവും നടന്നു. യോഗത്തിൽ വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നും കഴകങ്ങളിൽ നിന്നുമുള്ള ആളുകൾ പങ്കെടുത്തു. കൂടാതെ കുടുംബാംഗങ്ങളും വിവിധ പ്രാദേശിക തലത്തിലുള്ള ഭക്തജനങ്ങളും മാതൃസമിതി അംഗങ്ങളും പങ്കെടുത്തു. യോഗത്തിൽ PV ശശിധരൻ സ്വാഗതം പറഞ്ഞു. നെരോത്തച്ഛൻ PV ചന്ദ്രൻ മുത്തായർ അധ്യക്ഷത വഹിച്ചു. കൊടുമ്പളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TV ജയചന്ദ്രൻ ഉദ്ഘാടനം നിർവഹിച്ചു. ബ്രഹ്മാവിഷ്ണു മഹേശ്വരൻ ത്രിമൂർത്തിയുടെ ശക്തിയുടെ ഒരു പാരമ്പര്യം കൂടി ഇവിടെയുണ്ട്. വിഷ്ണുവിന്റെ ഉണ്ട്, ദേവിയുടെ ഉണ്ട്, ശിവന്റെ ഉണ്ട്, എല്ലാം നിറഞ്ഞു നിൽക്കുന്ന ഒരു പരാശക്തിയാണ്. അതുകൊണ്ട് ഈ അമ്മയുടെ നാമധേയത്തിൽ സർവമംഗളമംഗല്യേ ശിവേ സർവാസാധികേ ശരണ്യേ ത്രിയംബകേ ഗൗരി നാരായണി നമസ്തുതേ. എല്ലാവർക്കും ശ്വസിക്കുന്ന വായുവിലും തൂണിലും തുരുമ്പിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു പരാശക്തിയാണ്. ഈ പ്രദേശത്ത് എല്ലാ ജനങ്ങൾക്കും നാട്ടിലും ശ്രേയസിലും എല്ലാ ഇതുമായിട്ട് നിൽക്കുന്ന ഒരു നവീകരണ ബ്രഹ്മകലശ മഹോത്സവം നടത്തുക. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തമ്പാൻ നായർ ഫണ്ട് ഏറ്റുവാങ്ങി. K ദീപ, ലത, TV ലതിക, അശ്വിനി, ഗോവിന്ദൻ മാസ്റ്റർ, സുബൈർ, വിനോദ് ഇട്ടിയപ്പാറ, ശിവാനന്ദൻ മാസ്റ്റർ, P രഘുനാഥ്, അഷ്റഫ്, V രവീന്ദ്രൻ നായർ, ലോഹിതാക്ഷൻ നായർ, സുൽഫിക്കർ, KP ബാബുരാജ്, ബിന്ദുരാജ് പെരട്ടൂർ, നാരായണൻ നെരോത്ത് എന്നിവർ സംസാരിച്ചു. ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് രാഘവൻ PV നന്ദി അർപ്പിച്ച് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുമ്പളയിൽ മാരക മയക്കുമരുന്നുമായി മംഗളൂരു സ്വദേശി പിടിയിൽ. ഉള്ളാൾ പെർമന്നൂർ സ്വദേശി സയ്യിദ് അഫ്രീദിയാണ് അറസ്റ്റിലായത്. മത്സ്യവരവ് കുറഞ്ഞതോടെ വില കുത്തനെ കൂടി. കടലിൽ ചൂട് കൂടിയതാണ് മീൻ വരവ് കുറയാൻ കാരണം. കാസർഗോഡ് മംഗളൂരു അന്തർ സംസ്ഥാന പാതയിൽ KSRTC സർവീസുകൾ മുന്നറിയിപ്പില്ലാതെ വെട്ടിക്കുറയ്ക്കുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കാലത്തും വിഷുദിനങ്ങളിലും ഭാഗികമായി നിലച്ച സർവീസുകൾ ഇതുവരെയും പൂർവ്വസ്ഥിതിയിലായിട്ടില്ല. കാസർഗോഡ് ഡിസ്ട്രിക്ട് റിട്ടയർഡ് ഹെൽത്ത് എംപ്ലോയീസ് അസോസിയേഷന്റെ വാർഷിക സമ്മേളനം കാഞ്ഞങ്ങാട് പുതിയകോട്ടയിൽ സംഘടിപ്പിച്ചു. പരിപാടി പ്രസിഡന്റ് K അമ്പാടി ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പദ്ധതിയിൽ കാസർഗോഡ് ജില്ല അഭിമാന ഉൽപ്പന്നമായി ചക്ക തിരഞ്ഞെടുത്തിട്ട് 4 വർഷമായിട്ടും നടപടി പ്രഖ്യാപനത്തിൽ മാത്രം ഒതുങ്ങി. ഇത്തവണയും ചക്കകൾ പറമ്പുകളിൽ പഴുത്തു വീണ് നശിച്ചു പോകുന്നതായി വീട്ടുകാർ ഓർമ്മപ്പെടുത്തുന്നു. ദേശദേവനായ മടിയൻ കുലോത്തപ്പന് മുന്നിൽ ചെണ്ടയിൽ കൊട്ടിക്കയറി ദേവികാരാജ്. നിരവധി ഭക്തജനങ്ങളാണ് ബ്രഹ്മകലശോത്സവത്തിന്റെ ഓരോ ദിനത്തിലും മടിയൻകുലം ക്ഷേത്രപാലകൻ ഈശ്വര ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. പാറപ്പള്ളി മഖാമുറൂസിന് സമാപന ദിവസം ആയിരങ്ങൾക്ക് അന്നദാനം നൽകി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.